ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ രാവിലെ കൊച്ചിനെയൊക്കെ സ്കൂളിൽ വിട്ടു. ഇപ്പോൾ ഞങ്ങൾ ഓഫീസിലോട്ട് പോവുകയാണ്. ഒരു 8:15 ആകുമ്പോഴത്തേക്ക് 8:15 ആകുമ്പോഴത്തേക്കിന് ഞങ്ങൾ ഓഫീസിലോട്ട് ഇറങ്ങും. ഞാനും ഹസ്ബൻഡും സോഫ്റ്റ്വെയർ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് ഇൻഫോ പാർക്കിന് പുറത്താണ്. അപ്പോൾ എന്നെ അവിടെ ഇൻഫോ പാർക്കിൻ്റെ അവിടെ ആക്കിയിട്ട് ഹസ്ബൻഡ് പോവും. കഴിഞ്ഞ ദിവസമായിരുന്നു ഞങ്ങളുടെ 8th വെഡ്ഡിങ് ആനിവേഴ്സറി. ഞാൻ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുത്തത് ഈ ഷർട്ടാണ്. ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് പോയിട്ടാണ് ഈ ഷർട്ടൊക്കെ വാങ്ങിച്ചത്. സാധാരണ ഞാൻ വാങ്ങുന്ന ഷർട്ടൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇപ്രാവശ്യം എന്തോ ഷർട്ട് ചാച്ചന് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഒരു പാലത്തിലൂടെ പോയാൽ നമുക്ക് എടച്ചിറ ഇൻഫോ പാർക്ക് പെട്ടെന്ന് എത്താം. പക്ഷേ ഈ പാലം നല്ല അടിപൊളിയായിട്ട് ടാറിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പാലത്തിലോട്ട് എത്തുന്ന റോഡ് ഭയങ്കര കുഴിയാണ്. ആ ഒരു റോഡും കൂടെ സെറ്റാക്കിയായിരുന്നെങ്കിൽ നല്ല ആയേനെ. പാലത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡാണ്. ഈ ഒരു പാലം മഞ്ചേരിക്കുഴി പാലം എന്നാണ് ഇതിനെ പറയുന്നത്. ശരിക്കും ഈ ഒരു പാലം പണി തുടങ്ങിയപ്പം തൊട്ട് ആ ഒരു പേരും പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒക്കെ റേറ്റ് കൂടിയത്. പണ്ട് 4-5 ലക്ഷത്തിൽ കടന്നിരുന്ന വസ്തുവൊക്കെ ഇപ്പോൾ സെൻറ്റിന് 7 അല്ല, ഇപ്പോൾ 8-9 ചോദിക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടൊരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എന്തോ ഒരു ഫ്ലാറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ഭയങ്കരമായിട്ട് മനസ്സിലാവും. പാലം വരുന്നതിന് മുമ്പ് ഇവിടം വരെ ഫുൾ ഫ്ലാറ്റും അങ്ങനെ ഫുൾ ബിൽഡിങ്ങുമാണ്. പക്ഷെ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടെല്ലാം അങ്ങനത്തെ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാലം വന്നുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് കുറേ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ വസ്തുവിനും വീടിനും ഒക്കെ നല്ല റേറ്റും ആയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പാലം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ എടച്ചിറ ജംഗ്ഷൻ എത്താൻ പറ്റും. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ പഠിച്ചില്ല. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനത് കഴിഞ്ഞ വർഷം എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇതുവരെ ഞാൻ പഠിക്കാൻ പോയില്ല. ഇൻഫോ പാർക്കിലോട്ട് ഹസ്ബൻഡ് കൊണ്ടാക്കും, തിരിച്ച് ഞാൻ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ എന്നും ബസ്സിൽ കയറുമ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ചേ പറ്റുമെന്ന്. പക്ഷേ ഇപ്പം വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ജംഗ്ഷൻ കാണുമ്പോഴാണ് പേടി. ഇപ്പോൾ ഇന്ന് വലിയ റഷില്ല, പക്ഷേ സാധാരണ അവിടെ 4 സൈഡിൽ നിന്നും കൂടെ വണ്ടി ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ എങ്ങനെ എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്കൊരു കോൺഫിഡൻസും ഇല്ല. ബാക്കി മറ്റേ സ്ട്രെയിറ്റ് റോഡിലോട്ട് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതുപോലത്തുള്ള ജംഗ്ഷൻ വരുമ്പോഴാണ്. പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആകുമായിരിക്കും. രാവിലെ ടൈം ആയതുകൊണ്ടും ഭയങ്കര തിരക്കാണ്. ഹസ്ബൻഡിന് 9 മണിക്ക് മുമ്പ് അവിടെ ഓഫീസിൽ കയറണം. അപ്പോൾ എനിക്ക് അങ്ങനെ ഇത്ര ടൈമൊന്നുമില്ല. എനിക്ക് ശരിക്കും വർക്ക് ടൈമിങ് 12 to 9 ആണ്. പക്ഷേ ഞാൻ രാവിലെ ഓഫീസിലിങ്ങി വരും, ഹസ്ബൻഡിൻ്റെ കൂടെ ഇങ്ങി വരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ബസ്സിൽ തിരിച്ചു പോകും. പിന്നെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വീട്ടിലിരുന്നിട്ട് ബാക്കി വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ പണ്ട് ഹസ്ബൻഡ് ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ TCSലെയും USTലെയും അതുപോലെ വിപ്രോ അങ്ങനെ കുറേ കമ്പനീസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ID കാർഡൊക്കെ ഇട്ട് വരുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ അയ്യോ അവിടെയൊക്കെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ, അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എനിക്ക്, അങ്ങനെയൊക്കെ ഞാനിരുന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അതൊക്കെ എവിടെ വേണമെങ്കിലും കിട്ടും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് എപ്പോഴും ഓർക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സ്മാർട്ട് സിറ്റി ആണ്. അപ്പോൾ അവിടെയും കുറേ കമ്പനീസ് എല്ലാം ഉണ്ട്. ലിറ്റ്മസ് 7, EY, ബേക്കർ ഹ്യൂഗ്സ്, അങ്ങനെ കുറേ കമ്പനീസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇൻഫോ പാർക്ക് എത്തി. ശരിക്കും ഞാനാണ് എന്നും ലേറ്റ് ആവുന്നത്. കുറച്ചുകൂടെ നേരത്തെ റെഡി ആവുകയെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ എന്നെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാക്കാം. പക്ഷേ അവർക്ക് ജസ്റ്റ് അങ്ങനെ ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ. നമ്മൾ ഒരുങ്ങി വരുമ്പോഴത്തേക്ക് എന്തായാലും താമസിക്കും. അപ്പോൾ എന്നെ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറക്കിയിട്ട് ഹസ്ബൻഡ് പോവും. ഞാൻ പിന്നെ അവിടുന്ന് ഓഫീസിലോട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ വലിയ തിരക്കില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടെ കയറുന്നതിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ അവിടെ പോലീസ് ഉണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ID കാർഡ് കാണിച്ചാലാണ് അവരകത്ത് കയറ്റുക. ID കാർഡ് ഇല്ലാത്തവർ അവിടെ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലാരിഫിക്കേഷനൊക്കെ കൊടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓഫീസിൽ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഓഫീസിൻ്റെ വീഡിയോ ഒന്നും കാണിക്കില്ല. അപ്പോൾ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുവാണ്. അവിടുന്ന് ബസ് കയറിയിട്ടാണ് പോവാറ്. ഇന്ന് വലിയ തിരക്കില്ലാത്തത്, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് എപ്പോഴും വണ്ടിയും ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പം തിങ്കളാഴ്ച ആയതുകൊണ്ടോ എന്ന് തോന്നുന്നു വലിയ തിരക്കില്ലാത്തത്. എനിക്കിവിടെ ഏറ്റവും പേടി പട്ടീനെയാണ്. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഇടയ്ക്ക് പട്ടികൾ കിടപ്പുണ്ടാവും. ഇത് അനങ്ങാതെ കിടക്കുവാണെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്, പെട്ടെന്ന് ചാടിയാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് അതുവഴി നടക്കാതെ ഇതുവഴി നടക്കുകയാണ്. പിന്നെ ഇൻഫോ പാർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. ബൊഗൈൻവില്ല കുറേ കളേഴ്സ് ഉണ്ട്. അതുപോലെ ചെടികൾ അതൊക്കെ വെട്ടി നിർത്തിയേക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ എത്ര ടെൻഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചൊരു മൈൻഡ് ഒന്ന് ഫ്രീ ആവും.
ഈ സൈഡിൽ കുറേ സൈക്കിൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ മൈ ബൈക്ക് അങ്ങനെ എന്തോ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എന്തോ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈ സൈക്കിൾ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവുകയോ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനൊക്കെ പറ്റും. അങ്ങനെ അതിൻ്റെ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സാധാരണ 2 പട്ടികളൊക്കെ കിടക്കേണ്ടതാണ്. ഇന്ന് എന്തായാലും ഭാഗ്യത്തിന് അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ ഇറങ്ങേണ്ടടുത്ത് എത്തി. ഇതാണ്ട് ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് പോകുന്നിടത്താണ് സ്മാർട്ട് സിറ്റി. ഇവിടുന്ന് പെട്ടെന്ന് ബസ് കിട്ടാറുണ്ട്. കാക്കനാട് ടു ഇൻഫോ പാർക്ക് എപ്പോഴും ബസ്സുണ്ട്. ഇവിടുന്ന് ഞാൻ കാക്കനാട് പോയിട്ട് അവിടുന്നാണ് വീട്ടിലോട്ടുള്ള ബസ് കയറി പോകുന്നത്. അപ്പോൾ 2 ബസ് കാരണം ഇവിടെ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് ഡ്രൈവിംഗ് അറിയാത്തതിൻ്റെ ഏറ്റവും കൂടുതൽ കുറ്റബോധം എനിക്ക് തോന്നാറുള്ളത്. ഇവിടെ അധികം ബസ് കാത്ത് നിൽക്കേണ്ടി വരത്തില്ല, പക്ഷെ കാക്കനാട് എന്നിട്ട് കുറച്ച് നേരം ബസ് കാത്ത് നിൽക്കും. ആ കാത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിക്കും വീട്ടിൽ ചെന്നിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് അഡ്മിഷൻ എടുത്തിട്ടേ ഉള്ള കാര്യം എന്ന്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ആ ഒരു മോട്ടിവേഷൻ എല്ലാം തീർന്നിട്ടുണ്ടാവും. പിന്നെ എന്തായാലും ഭാഗ്യത്തിന് ബസ്സിൽ വലിയ തിരക്കില്ല കേട്ടോ. അപ്പം നല്ല ഫുൾ സീറ്റൊക്കെ ഉണ്ടായിരിക്കും. അത് ഞാൻ ചിലപ്പോൾ ഈ ഇറങ്ങുന്ന ടൈമിൻ്റെ ഒക്കെ ആയിരിക്കും. സീറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയും ഒരു ടയേർഡ് ഫീൽ ആവത്തില്ല. സീറ്റും അതുപോലെ നല്ല പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇപ്പോഴും ബസ്സിൽ കയറുമ്പോൾ എനിക്ക് സൈഡ് സീറ്റാട്ടോ ഇഷ്ടം. ഞാൻ എത്ര വെയിലാണെന്നുണ്ടെങ്കിലും സൈഡ് സീറ്റിൽ പോയിരുന്ന് ഇങ്ങനെ വായ നോക്കി കൊണ്ടുപോകാൻ നല്ല രസമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാട്ടോ മനക്കക്കടവ്. ഞങ്ങൾ വീട് ഇവിടെ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും വിചാരിക്കുമായിരുന്നു ഇവിടെ മനക്കക്കടവിൽ ഇവിടെ ഒരു പാലവും കുറച്ചിങ്ങനെ വയലിൻ്റെ സൈഡിൽ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലവും നല്ല അടിപൊളി നാച്ചുറൽ ആംബിയൻസസ് നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ വന്നിരിക്കണം എന്ന്. പക്ഷേ ഞങ്ങൾ വീടെടുത്തിട്ട് ഇപ്പോൾ 1 വർഷം എന്തോ ആവുന്നു. ഞാൻ അങ്ങനെ ആകപ്പാട് ഒരു വട്ടം അവിടെ വന്നിട്ടുള്ളൂ. പിന്നെ അവിടെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് മനക്കക്കടവ് കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനിലാണ് നമ്മുടെ വണ്ടർല. ഇവിടെയും ഞാൻ ആകെ ഒരു വട്ടം മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം ഞാൻ ഓർക്കും ഇവിടെ നമ്മുടെ ഈ ഇൻഡോർ പാർക്കൊക്കെ ഉണ്ടല്ലോ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കൊച്ചുങ്ങളുടെ BCB അതുപോലെ കിഡ്സ് ക്യാപിറ്റോൾ. അപ്പോൾ അവിടെയൊക്കെ 300 അല്ലെങ്കിൽ 500 ആ റേറ്റാണ്. ഈ വണ്ടർലായിലൂടെ ഇങ്ങനെ 1 or 2 hours അതുപോലെ എന്തെങ്കിലും ഇറക്കിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ കൊച്ചിനെയും കൊണ്ട് നമുക്ക് ഇവിടെ അടുത്ത നല്ലൊരു പാർക്കാണല്ലോ, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അവിടെ എപ്പോഴും നമുക്ക് 1000-2000 കൊടുത്തിട്ട് ഫുൾ ഡേ ആയിട്ട് പോയിരിക്കേണ്ട, നമുക്കൊരു 2 hours ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടർലയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാമായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ കുറച്ചു നേരം കൊച്ചിൻ്റെ കൂടെ കളിക്കും. അപ്പം അവൻ എന്തെങ്കിലും വല്ല ക്ലേ വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കളറിങ്ങോ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസസ് അങ്ങനത്തെ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അത് ബോറടിച്ച് കഴിയുമ്പോൾ ഇരുന്ന് കാർട്ടൂൺ കാണും. അപ്പം ഞാൻ അവന് എന്ത് കാർട്ടൂണാണ് കാണുന്നതെന്നൊക്കെ ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പിള്ളേർക്ക് യൂട്യൂബ് കിഡ്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് അവർക്ക് എന്തെങ്കിലും വയലൻസോ അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടി വന്ന് ടോയ്സ് നശിപ്പിക്കുന്നതോ അല്ലെങ്കിൽ പേടിപ്പിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാർട്ടൂൺ ചിലപ്പോൾ റെക്കമെൻഡേഷന് വരാമല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും അവൻ എങ്ങനത്തെ കാർട്ടൂണാണ് കാണുന്നതെന്ന്. കുറച്ച് നേരം കാർട്ടൂൺ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും ഇതുപോലെ എന്തെങ്കിലും പടം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പം 2 രീതിയിലുണ്ട്. ഒന്ന് ECGയുടെ പാക്കേജും പിന്നെ ഒന്ന് തൈറോയിഡ്, ഷുഗർ, ലിപ്പിഡ് പ്രൊഫൈൽ, കിഡ്നി അങ്ങനത്തെ കുറേ ടെസ്റ്റിങ്ങിൻ്റെ പാക്കേജും. അപ്പം അതിൻ്റെ ടൈം സ്ലോട്ടൊക്കെ എടുത്തിട്ട് ബുക്ക് ചെയ്യുവാണ്. അതുപോലെ ഞങ്ങൾക്ക് കുറേ അല്ലാതെ എക്സ്ട്രാ കോഴ്സസ് ഒക്കെ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കാനുണ്ടാവും, പിന്നെ വർക്ക് ചെയ്യാനുണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഓഫീസിൽ പോയി തുടങ്ങിയത്, കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അപ്പം ഞാനൊരു 2019 മുതൽ ഈ ഒരു വർഷം വരെയും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം കൊച്ചിൻ്റെ കൂടെ കുറേ കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. എനിക്ക് മീറ്റിങ്ങും അതുപോലെ ഭയങ്കര ഹെവി വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ റൂമിൽ അവിടെ ലാപ്ടോപ്പ് വെക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. അപ്പോൾ അവനെ നമുക്ക് നോക്കാനും പറ്റും, നമ്മുടെ വർക്കും നടക്കും. അവനിപ്പോൾ 4 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായം തന്നെയാണല്ലോ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ സ്റ്റോറി ബുക്കോ അല്ലെങ്കിൽ ഞങ്ങൾ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങും. അവിടെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സൈക്കിൾ ഓടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഇപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ പപ്പ ഉണ്ടായതുകൊണ്ട് പപ്പ നോക്കിക്കോളും. അപ്പോൾ എനിക്കങ്ങനെ ഇങ്ങോട്ട് അധികം വരേണ്ടി വരത്തില്ല. വൈകിട്ടാകുമ്പോൾ പണിക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് പണി എന്തോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വരും. ആ സമയത്ത് അവൻ വന്ന് മണ്ണിൽ കളിക്കും. ഇപ്പം ഇവനൊരു ചുമ വന്നിട്ട് ഇതുവരെയും ചുമ മാറാത്തതുകൊണ്ട് മണ്ണിൽ കളിക്കാൻ ഞാൻ അധികം സമ്മതിക്കാറില്ല. പിന്നെ അധികം കാർട്ടൂൺ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഒരു ഈവനിങ് വരെയുള്ള റൂട്ടീൻ. ഈവനിങ് റൂട്ടീൻ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.